ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ കൗതുകം ജനിപ്പിക്കുന്ന മത്സരം നടക്കുന്ന ഒരിടമാണ് പഞ്ചാബ്. 13 ലോക്സഭാ സീറ്റുകളേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ മത്സരം ഒരുപക്ഷെ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു മത്സരമാണ്. ഈ INDA മുന്നണി, പ്രത്യേകിച്ച് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ ഐക്യപ്പെട്ട ഒരേ മുന്നണിയായി മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ മത്സരിക്കാത്തൊരിടം പഞ്ചാബാണ്. അതായത് BJP ശക്തമല്ലാത്ത ഇടങ്ങളിലൊക്കെ ഈ INDA മുന്നണി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന കാഴ്ച നമുക്ക് കേരളത്തിൽ അത്തരത്തിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ പഞ്ചാബിൽ നമുക്കത് കാണാൻ കഴിയും. പഞ്ചാബിനോട് ചേർന്ന് നടക്കുന്ന ആ ദില്ലി, അല്ലെങ്കിൽ ആം ആദ്മി ഭരിക്കുന്ന ദില്ലിയിൽ ഈ കാഴ്ച വേറെയാണ്. അവിടെ ആം ആദ്മിയും കോൺഗ്രസും ഒന്നിച്ചാണ്. കാരണം അവിടെ BJP സ്ട്രോങ് ആണ്. ഈ പഞ്ചാബിലേക്ക് വരുമ്പോൾ അത്ര സ്ട്രോങ് അല്ല. അവിടെ ഒരു വിചിത്രമായ ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ്. ഒപ്പം തന്നെ പഞ്ചാബിൻ്റെ മാറിയ ഒരു അവിടുത്തെ ഒരു സാമൂഹിക അവസ്ഥ, ജാതി സമവാക്യങ്ങൾ, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉറ്റുനോക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ അതിൻ്റെ ഒരു ചാഞ്ചാട്ടം നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ കഴിഞ്ഞ ഒരിടമാണ്. പഞ്ചാബ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സിഖുകാരുടെ ഒരു മുഖമാണ്. ശരിയാണ്, സിഖുകാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് പഞ്ചാബ്. പക്ഷേ സിഖുകാരുടേത് മാത്രമായൊരു സംസ്ഥാനമല്ല. കാരണം അവർ 54% ഉള്ളൂ. 38% ഹിന്ദുക്കളും, ഏതാണ്ട് 39% വരുന്ന ഹിന്ദുക്കളും, 2% വരുന്ന മുസ്ലിംസും, 1.5% വരുന്ന ക്രിസ്ത്യൻസും ഒക്കെ അടങ്ങിയത് തന്നെയാണ് പഞ്ചാബ്. അതുമാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പിന്നോക്ക ദളിത് വിഭാഗങ്ങളുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് പഞ്ചാബ്. ഈ SC/ST പിന്നോക്കം, ദളിത് എന്നൊക്കെ കേൾക്കുമ്പോൾ പൊതുവേ നമുക്കൊരു ധാരണയുണ്ട് അത് ഹിന്ദു മതത്തിൽ മാത്രമുള്ള ഒന്നാണെന്നല്ല. എല്ലാ മതവിഭാഗങ്ങളുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പരിചയപ്പെട്ട കാശ്മീരിൻ്റെ വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അവിടുത്തെ SC/ST വിഭാഗം, മുസ്ലിങ്ങളുള്ള SC/ST വിഭാഗം ഏതാണ്, ദളിത് വിഭാഗം ഏതാണ്, OBC വിഭാഗം ഏതാണ്. അതുപോലെ തന്നെയാണ് പഞ്ചാബിലും ഈ വരുന്ന 34% പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ, SC/ST ദളിത് വിഭാഗങ്ങളാണ്. അതിൽ തന്നെ ഹിന്ദുക്കളിലുമുണ്ട്, സിഖുകാരിലുമുണ്ട്. ഏതായാലും നമുക്ക് ഈ സിഖുകാരിലുള്ള പിന്നോക്ക വിഭാഗങ്ങൾ, പ്രബലമായ പിന്നോക്ക വിഭാഗങ്ങൾ, ഏതാണ്ട് 39 ദളിത് വിഭാഗങ്ങളാണ് സിഖുകാരിൽ തന്നെയുള്ള ദളിത് വിഭാഗങ്ങൾ, SC/ST ഉൾപ്പെടെ ദളിത് വിഭാഗങ്ങൾ. അത് പ്രധാനപ്പെട്ട ദളിത് വിഭാഗം എന്ന് പറയുന്നത് രവിദാസിയ സിഖ്, രാംദാസിയ സിഖ്, മസാബി സിഖ്, പിന്നുള്ളത് വാത്മീ വിഭാഗമാണ്. ഇതിൽ തന്നെ ഈ രവിദാസിയ സിഖും രാംദാസിയ സിഖും എന്ന് പറയുന്നത് ഈ ഹിന്ദുക്കളിലുള്ള ചാമർ വിഭാഗം കൺവെർട്ട് ചെയ്തിട്ട് ഉണ്ടായതാണ്. ഇപ്പോഴും അവർക്ക് ആ ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഈ നോർത്തിൽ പൊതുവേ കാണുന്ന അങ്ങനെ മുസ്ലിം വിഭാഗത്തിൽ തന്നെ ജാട്ട് മുസ്ലിം ഉണ്ട്, ഭട്ട് മുസ്ലിം ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ ഇതിനകത്ത് ജാട്ട് സിഖ് ഉണ്ട്. ജാട്ട് സിഖാണ് ഇപ്പോൾ ഈ ഭഗവത് സിംഗ് മാൻ എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രി. ദളിത് മുഖ്യമന്ത്രി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ചരൺജിത് സിംഗ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി, ദളിത് വിഭാഗത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ രാംഹർ എന്ന് പറയുന്ന സമുദായത്തിൽ നിന്നുള്ള സിഖുകാരനായിരുന്നു നമ്മുടെ ഗ്യാനി സൈൽ സിംഗ്. ഇപ്പോഴുള്ളത് ജാട്ട് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ സാമുദായികമായ ഒരു വേർതിരിവ് ഈ സിഖ് വിഭാഗത്തിലുണ്ട്. അത് കുറച്ചുകൂടി പ്രബലമാണ്. നമ്മൾ ഈ റാം റഹീമിനെയൊക്കെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. തേരാ സച്ച സൗദ എന്നൊക്കെ പറഞ്ഞ വലിയ ആശ്രമം. അതിൽ ഈ പിന്നോക്കക്കാരായ സിഖുകാരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ആശ്രമം ഒക്കെയാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ഏകദേശ സാമുദായിക കണക്ക്. അതല്ലാതെ ടോട്ടലി സിഖുകാർ എന്നുള്ള ഒരു രീതി ഇപ്പോൾ പഞ്ചാബിൽ ഇല്ല എന്ന് തന്നെ പറയാം. അതുമാത്രമല്ല, ഈ ദളിത് രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള മണ്ണും പഞ്ചാബാണ്. കാൻഷറാം ജനിച്ചത് പഞ്ചാബിലാണ്. അതായത് BSPയുടെ സ്ഥാപക നേതാവ്. BSP 1984 സ്ഥാപിക്കുന്നതും പഞ്ചാബിലാണ്. അവർ ഒരു 96 ആയപ്പോഴേക്കും 3 ലോക്സഭാ സീറ്റും ഈ പഞ്ചാബിൽ നേടിയിരുന്നു. അന്ന് അവർ ശിരോമണി അകാലിദളുമായിട്ട് സഖ്യത്തിലായിരുന്നു. CPMന് വേരോട്ടം ഉണ്ടായ ഒരു മണ്ണാണ്. CPMനും CPIക്കും ഇടതുപക്ഷത്തിനൊക്കെ സുർജിത് സിംഗ് ബർണേവാലയൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ ഇടം കൂടിയാണ് പഞ്ചാബ്. പക്ഷേ അതൊക്കെ കാലക്രമേണ കഴിഞ്ഞുപോയി. BJPക്ക് വലിയ ശക്തിയില്ലാത്ത ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വം, BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്ത ഒരു നിർദ്ദേശം, നിങ്ങൾ ഇലക്ഷനെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ പകരം കൂടുതൽ നേതാക്കളെ BJPയിൽ എത്തിക്കുക. അതായത് ഈ പറയുന്ന സിഖ് വിഭാഗത്തിൽ നിന്നും മറ്റുമൊക്കെ അനവധി നേതാക്കളെ എത്തിക്കുക. മുമ്പ് അവർക്ക് നവ്ജോത് സിദ്ധു ഒക്കെ ഉണ്ടായിരുന്നു. വീണ്ടും സിദ്ധു തിരിച്ചു വരുന്നു. അവർക്ക് വളരെ കാലമായി ലഭിക്കുന്ന 2 സീറ്റ് പഞ്ചാബിലുണ്ട്. 2 പാർലമെൻറ്റ് സീറ്റുണ്ട്. ഒന്ന് ഗുർദാസ്പൂർ, അവിടെയാണ് നമ്മുടെ സിനിമാ താരം സണ്ണി ദിയോൾ മത്സരിക്കുന്നത്. മറ്റൊന്ന് ഷോപ്പിയാപൂർ. ഈ 2 മണ്ഡലങ്ങൾ
എല്ലാ കാലവും ബി ജെ പിയുടെ ഒപ്പം നിൽക്കുന്നതാണ്. ഈ ഗുരുദാസ്പൂരിൽ സണ്ണി ദിയോളിന് ഇത്തവണ ബി ജെ പി സീറ്റ് കൊടുക്കുമോ എന്നറിയില്ല. കാരണം സണ്ണി ദിയോളും മത്സരിക്കുന്നില്ല എന്നറിയിച്ചു. കാരണം സണ്ണി ദിയോളിൻ്റെ ഈ മണ്ഡലത്തിലുള്ള ഒരു പ്രവർത്തനം അത്ര പോരാ എന്നൊരു പരാതി നേരത്തെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ബി ജെ പിയുടെ നിന്നൊക്കെ ഉയരുന്നൊരു സാഹചര്യം കൊണ്ട്. ഏതായാലും ഈ 2 സീറ്റ് ബി ജെ പിക്ക് എക്കാലവും ഉറപ്പുള്ളതാണ്. കഴിഞ്ഞ 2019 2 സീറ്റ് ബി ജെ പി നേടി. ഇവരുടെ സഖ്യകക്ഷിയായ ശിരോമണി അകാലിദൾ 2 നേടി. അങ്ങനെ 13 4 സീറ്റ് ബി ജെ പി നേടി, 8 സീറ്റ് കോൺഗ്രസ് നേടി, 1 സീറ്റ് ആം ആദ്മി നേടി. പക്ഷേ ഇപ്പോൾ കഥ കുറച്ചുകൂടി മാറിയിരിക്കുന്നു. ആം ആദ്മി കുറച്ചുകൂടി ശക്തമായിരിക്കുന്നു. ഈ കോൺഗ്രസിനകത്തുള്ള കുറേ MLA-മാരും നവജോത് സിദ്ധുവിൻ്റെ നേതൃത്വത്തിൽ പിരിഞ്ഞിപ്പോൾ ബി ജെ പിയിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. ശിരോമണി അകാലിദൾ ബി ജെ പിയുടെ പഴയ അവരുടെ തട്ടകമായ NDA-യിലേക്ക് മടങ്ങി വരുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നു. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ 2-ൽ നിന്ന് 3-ആയിട്ടോ 4-ആയിട്ടോ അവർ സീറ്റ് ഉയർന്നാൽ അവർക്കതൊരു മേൽക്കൈ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവർ ഒറ്റയ്ക്ക് നിന്ന് നേടുന്ന സീറ്റാണ്. ഈ 2 സീറ്റ് അവർക്ക് പരമ്പരാഗതമായി കിട്ടുന്നതാണ്. അതുകൂടാതെ കിട്ടുന്ന അഡീഷണൽ സീറ്റുകൾ അവരെ സംബന്ധിച്ച് ഒരു ലോട്ടറി എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഇവിടെ എല്ലാവരും നോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടുന്നു എന്നുള്ളതല്ല, പകരം ഈ ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ അടിച്ചിട്ട് അവിടെ എന്താകും അവസ്ഥ. കാരണം നിലവിൽ തന്നെ ഈ കോൺഗ്രസിൻ്റെ ഒരു ചെറിയ വിഭാഗം ബി ജെ പിയോട് ലയിച്ചു കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്തോറും അതിൽ പലരും ബി ജെ പിയിലേക്ക് എത്തുമോ എന്നറിയില്ല. ഈ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഒക്കെ അങ്ങനെ ബി ജെ പിയിലേക്ക് എത്തിയവരാണ്. ആം ആദ്മിക്കാണെങ്കിൽ അവർക്ക് കരുത്ത് തെളിയിച്ചേ കഴിയുകയുള്ളൂ. സിഖുകാരുടെ മാത്രം വോട്ട് കൊണ്ട് സിഖുകാർ മാത്രം ജയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ അടുത്ത കാലത്തൊന്നും പഞ്ചാബിൽ ഉണ്ടായിട്ടുമില്ല. ഏതായാലും ഈ കാർഷിക സമരമൊക്കെ ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്തു എന്നറിയണമെങ്കിലും ഈ പറയുന്ന പഞ്ചാബിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ചിത്രം വ്യക്തമാകണം. 2019 അവിടെ മത്സരിച്ച BSP 3.5% വോട്ട് നേടിയ ഇടം കൂടിയാണത്. അതുകൊണ്ട് തന്നെ പല ജാതീയ മത സമവാക്യങ്ങൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന പഞ്ചാബാണ്. ആ പഞ്ചാബിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ കോൺഗ്രസിൻ്റെ കാര്യം എന്താകും എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഉരുക്ക് കോട്ടകളിൽ ഒന്നേന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് പഞ്ചാബ്. അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രം അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണ് പഞ്ചാബ്. കഴിഞ്ഞ പ്രാവശ്യം ആം ആദ്മിയൊക്കെ അധികാരത്തിലേറിയത് ഈ കോൺഗ്രസിൻ്റെ ഈ അഴിമതി നിറഞ്ഞ ഭരണത്തിൽ മനം മടുത്ത ഒരു വലിയ വിഭാഗമാണ് ആം ആദ്മി അധികാരത്തിൽ ഏറ്റിയത് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവിടെ അവശേഷിക്കാൻ പോകുന്നത് 2 പാർട്ടികളായിരിക്കും. അതിൽ ഒരു ഭാഗത്ത് ബി ജെ പി നേതൃത്വം നൽകിയ NDA ആയിരിക്കും. മറുഭാഗത്ത് ആം ആദ്മിയാണോ കോൺഗ്രസ് ആണോ എന്നുള്ളതിന് ഉത്തരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകും. അതാണ് ഏവരും ഉറ്റുനോക്കുന്നു, വളരെ പ്രാധാന്യമുണ്ട് എന്ന് പറയാൻ കാരണം. ഒപ്പം തന്നെ ഈ സിഖ് വിഭാഗത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഖാലിസ്ഥാൻ്റെയൊക്കെ ഒരു വലിയ വിഘടനവാദത്തിൻ്റെ സ്വഭാവമുള്ള അനവധി പ്രസ്താവനകൾ വരുന്നു. അവർ ഒരു ശക്തി പ്രാപിക്കുന്നു എന്ന് തോന്നൽ ഉളവാക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവരോടൊപ്പം ആരാണ്? കർഷക സമരത്തിനോടൊപ്പം എത്ര സിഖുകാരുണ്ട്? ഈ ദളിത് പിന്നോക്ക, അതായത് കാലങ്ങളായിട്ട് ഈ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കൊന്നും വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടാത്തൊരു വലിയ പ്രതിഷേധമുണ്ട്. ഈ വരുന്ന വലിയ വിഭാഗമുള്ള ദളിത് സിഖുകാരുടെ 1% വോട്ടും കൂടി ലഭിച്ചിട്ടാണ് ബി ജെ പി ജയിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ബി ജെ പി ഒരു സീറ്റും കൂടി അധികം നേറിയ ചിത്രം മാറുകയാണ്. അതായത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ 2 മുന്നണികൾ മാത്രം നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കാഴ്ചയായിരിക്കും. ഏതായാലും കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് പഞ്ചാബിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. ആം ആദ്മിയെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റാണ് അവർക്ക് ലഭിച്ചത്. ചിലപ്പോൾ അതിനേക്കാൾ മുകളിൽ എന്തായാലും അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കൊരു ജീവൻ മരണ പോരാട്ടമാണ്. ബി ജെ പിയെ സംബന്ധിച്ച് ഈ 2 സീറ്റ് അവർക്ക് എല്ലാ കാലവും ലഭിക്കുന്നതാണ്. അതിന് മുകളിൽ 1 കിട്ടിയ ലോട്ടറിയാണ്. ഏതായാലും പഞ്ചാബ് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ. ഒന്ന്, അതിലെ ഈ കാർഷിക സമരം ഏശിയോ എന്നുള്ളൊരു വലിയ വോട്ട്. രണ്ടാമത്, കോൺഗ്രസിന് ഇനി എത്ര നാൾ മുൻപോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഉത്തരവും പഞ്ചാബ് നൽകും. മൂന്നാമത്, ഈ ഖാലിസ്ഥാൻ തീവ്രവാദികൾ നടത്തുന്ന ഈ പേക്കുത്തുകൾക്ക് ഈ പഞ്ചാബികൾ എങ്ങനെയാണ് മറുപടി നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ മലയാളത്തിൽ പോയിൻ്റ്. നന്ദി, നമസ്കാരം.